ഇന്ത്യ സഖ്യത്തേക്കാൾ 12% വോട്ട് കൂടുതൽ എൻ.ഡി.എ മുന്നണിക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ സർവേയുടെ കാതൽ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ എൻ.ഡി.എ സഖ്യം തന്നെ അധികാരത്തിൽ വരും. മോദി എന്ന പ്രധാനമന്ത്രിയെ അംഗീകരിക്കുന്നവരാണ് കൂടുതൽ. ആ കണക്കുകളും പുറത്തു വരികയാണ്. അപ്പോൾ ഈ സർവേ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? ഈ സർവേയിൽ ഏറ്റവും പോസിറ്റീവായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഉത്തരഭാരതത്തിൽ അവർ വിചാരിക്കുന്ന അത്ര സീറ്റ് കിട്ടില്ല. ക്ലിയർ അത്. ഇപ്പം ഞാൻ 4 സംസ്ഥാനം എടുത്തുതരാം. കഴിഞ്ഞ പ്രാവശ്യം ഉത്തരാഖണ്ഡിൽ 5 ഔട്ട് ഓഫ് 5 ആയിരുന്നു. ഹിമാചലിൽ 4 ഔട്ട് ഓഫ് 4, അത് കിട്ടില്ല അവർക്ക്. ഹരിയാനയിൽ 10 ഔട്ട് ഓഫ് 10, അത് കിട്ടില്ല അവർക്ക്. ഡൽഹിയിൽ 7 ഔട്ട് ഓഫ് 7, അത് കിട്ടില്ല അവർക്ക്. രാജസ്ഥാനിൽ 26 അവർക്ക് 25 അവർക്ക് 24 കിട്ടി, അത് അവർക്ക് കിട്ടില്ല. മധ്യപ്രദേശിന് 29 അവർക്ക് മധ്യപ്രദേശിൽ അവർക്ക് കിട്ടി 29-ന് 28, ഒരു സീറ്റ് മാത്രം കിട്ടിയില്ല. അപ്പം അതും അവർക്ക് കുറയും. ബിക്കോസ് നമ്മളും ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കറിയാലോ എന്താ നമുക്ക് കിട്ടുന്ന ഒരു ജേർണലിസ്റ്റ് പറയുന്നതും അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട് കിട്ടുന്നതും. നമുക്ക് ഒരേ ഒരു സംസ്ഥാനം അവർ കൂടുന്നതെന്ന് പറഞ്ഞാൽ UP 62, അവർക്ക് അവിടെ ചിലപ്പം കൂടായിരിക്കും. പിന്നെ പശ്ചിമ ബംഗാളിൽ അവർക്ക് 18 കിട്ടി, അതും കുറയാൻ പോകുന്നുള്ള സാഹചര്യം ഉള്ളത് ഞാൻ കേട്ടത്തോളം. അവിടെയും കുറയും. 17 ബീഹാറിൽ കിട്ടി, അതും കുറയാൻ പോകുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ 23-ന് അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. അപ്പം അത് അവിടുന്ന് കുറയാൻ പോകുന്നു. അപ്പം ഈ ഉത്തര ഭാരതത്തിൽ നമ്മൾ നോക്കുമ്പോൾ സീറ്റ് കുറയാൻ പോകുന്നുള്ളൂ, കൂടുതലാവില്ല. അപ്പം അവർ ദക്ഷിണ ഭാരതത്തിൽ വരുന്നതിന്, ദക്ഷിണ ഭാരതത്തിൽ കർണാടകയിൽ എന്തായാലും ഇപ്രാവശ്യം അവർ കുറയും. 25-നും കഴിഞ്ഞ പ്രാവശ്യം 28-ൽ കിട്ടി, അത് കുറയും എന്തായാലും. കോൺഗ്രസ് പാർട്ടിക്ക് മിനിമം അവിടെ 20 കിട്ടും. അപ്പം അവിടെയും നിങ്ങൾ കുറയാം. കേരളയിൽ ഒരു സീറ്റ് കിട്ടില്ല, തമിഴ്നാട് ഒരു സീറ്റ് കിട്ടില്ല, ആന്ധ്രയിൽ കിട്ടില്ല, തെലങ്കാനയിൽ 4 ഉള്ളൂ. അപ്പം അത് ചിലപ്പം കുറയാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാത്ത ഒഡീസയിലും അവിടെ BJD നല്ലൊരു, കോൺഗ്രസ് ഇപ്പം നല്ലൊരു പോരാട്ടത്തിലാണ് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർക്ക് എവിടെ നിന്നാണ് ഈ അധികം സീറ്റ് കിട്ടാൻ പോകുന്നത്. ഇപ്പം മോദി പറയും എല്ലാ ദിവസവും 400 പാർ 400-ൽ-അധികം. ഇതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തരം എൻ്റെ ഇതിൽ. ബിക്കോസ് നിങ്ങൾ ജനങ്ങളോട് പറയാം നിങ്ങൾ വോട്ട് ചെയ്യുന്ന മുമ്പ് നമ്മൾ ജയിച്ചിരിക്കുകയാണ്. 400 പാർ ആവില്ല, 300 പാർ ആറില്ല. 300 എന്ന് പറഞ്ഞാൽ 300-ലധികം, അതും ആവില്ല. ബിക്കോസ് ജനങ്ങളോട് ഓൾറെഡി പറയാം. അന്ന് RBIയുടെ ഒരു മീറ്റിംഗിൽ പറയാം, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ജൂണിൽ ഞങ്ങൾ ഇത് ചെയ്യും. ഇങ്ങനത്തെ ഒരു അറഗൻസ് നമുക്ക് പറ്റില്ലല്ലോ. അപ്പം നമ്മൾ മനസ്സിലാക്കണമെന്നാൽ അതൊന്നും സത്യമല്ല. വേറൊരു കാര്യം, അതെന്തുകൊണ്ട് സത്യമല്ല, നിങ്ങളിപ്പോൾ 10 കൊല്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയണം എന്തെല്ലാം നിങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഇന്ത്യയിൽ എന്താ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നിങ്ങൾ ചെയ്തത്, എങ്ങനെയാണ് നിങ്ങൾ തൊഴിൽ കൊടുത്തത്, എന്തെല്ലാം നിങ്ങൾ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത്. അതൊന്നുമല്ല പറയുന്നത്. എന്താ പറയുന്നത്, കോൺഗ്രസ്സുകാർ നവരാത്രിയുടെ സമയത്ത് മാംസം കഴിക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അവർ ഹിന്ദുക്കളെ എതിരാന്ന്? അവിടെ ദുർഗാപൂജയുടെ സമയത്തും കൽക്കട്ടയിൽ വെസ്റ്റ് ബംഗാളിൽ മാംസമാണ് അവർ ദൈവത്തിന് കൊടുക്കുന്നത്. അതറിയോ? എല്ലാ സമയത്തും അവർക്ക് മീനുണ്ടാവും, കോഴി ഉണ്ടാവും, അത് മാംസം ഉണ്ടാവും. അപ്പം അതാണ് അവർ പറഞ്ഞത്. അപ്പം അവർ ചോദിക്കുക ഇന്ന് പശ്ചിമ ബംഗാളിലെ ആൾക്കാർ, നിങ്ങൾ ഞങ്ങളെ ഹിന്ദുസിനെ ഇൻസൾട്ട് ചെയ്യുക, അപമാനിക്കുകയെന്നോന്ന്. അതാന്ന് പറയാം. പിന്നെ പറയാം കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ മുസ്ലിം ലീഗിന്റെ മാനിഫെസ്റ്റോ ആണ്. ഇവിടെ ഞങ്ങളൊരു മാനിഫെസ്റ്റോ റിലീസ് ചെയ്തു. 19-ലാണ് ഫസ്റ്റ് എലക്ഷൻ വരുന്നത്, ഫേസ് വരുന്നത്. ഇവരെ മാനിഫെസ്റ്റോ എവിടെ? BJPയുടെ മാനിഫെസ്റ്റോ എവിടെ? എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ മേത്ത് ആരോപണം. എവിടെയാണ് ഇതുള്ളത്? ഇവിടെ ഒന്നുമില്ല. ഞങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുക. അപ്പം നിങ്ങൾക്ക് ജയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്? വേറൊരു മുഖ്യ കാര്യം എന്ന് പറഞ്ഞാൽ അലാന എക്സ്പോർട്ടേഴ്സ് ഉണ്ട്. അലാന എക്സ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബീഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ചെയ്യുന്നത്. അവർ 2 കോടിയാണ് ഇലക്ട്രൽ ബോണ്ടിൽ BJPക്ക് കൊടുത്തത്. പ്രധാനമന്ത്രി പറയാ കോൺഗ്രസ്സുകാരാണ് മാംസം കഴിക്കുന്ന നവരാത്രിയുടെ സമയത്ത്. പ്രധാനമന്ത്രി എന്തിനാ പിന്നെ ഇലക്ട്രൽ ബോണ്ട്സ് ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന ആളടുത്ത് എടുക്കുന്നത്? അത് ചോദിക്കണം. നിങ്ങൾ അതിന്റെ മറുപടി പറയണം. അപ്പോൾ ഒരു സൈഡിൽ വന്ന് സംസാരിക്കാം, മറ്റേ സൈഡിൽ ബീഫ് കഴിക്കാനും ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് 2 കോടി നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട്സ് എടുക്കാൻ. അതിന്റെ മറുപടി BJPയുടെ പ്രതിനിധി പറയണം എവിടെ. അത് അറിയപ്പെടുന്ന കാര്യം. അത് വന്നതാണ് SBIയുടെ ഇതിൽ അലാന എക്സ്പോർട്ടേഴ്സ് കൊടുത്തത്. നിങ്ങളല്ലേ പറയുന്ന ബീഫ് വിരോധമാറാണ് നിങ്ങൾ. പിന്നെ നിങ്ങൾ എങ്ങനെയാ അതിന്റെ പൈസ എടുക്കല്? നിങ്ങളാന്ന് ബീഫിനെ പശുവിനെ കൊന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മറുപടി പറയണം. ഇന്ന് എല്ലാ ഹിന്ദുക്കളോട് മറുപടി പറയണം. അതല്ലേ നിങ്ങൾ പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ഇഷ്യൂസ് അല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഇഷ്യൂസ് ആക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ശരിക്കുള്ള ഇവിടെയുള്ള ഏറ്റവും വലിയ CDS സർവേയിൽ വന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും 67% പറഞ്ഞത്
തൊഴിലില്ലായ്മ ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയിൽ. അത് CMI റിപ്പോർട്ടിലുണ്ട്, 10%-ലധികം തൊഴിലില്ലായ്മ ഉണ്ടെന്ന്. ശരി. 25 തൊട്ട് 35 വയസ്സ് വരെ 40%-അധികം തൊഴിലില്ലായ്മ ഉണ്ട്. വിലക്കയറ്റം, നിങ്ങൾ ഏത് ഷോപ്പിൽ പോയാൽ വിലക്കയറ്റം വന്ന ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ വേറെന്ന് പറഞ്ഞാൽ അഹങ്കാരം. ഞങ്ങൾ 400 പാർ എന്ത് 400 പാർ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താ പറയുക, 200 പാർ 200-ലധികം. അവർക്ക് കിട്ടിയത് 77 സീറ്റായിരുന്നു. അവിടെ മസിൽ പാർ, മണി പാർ എല്ലാവിധ ഇതും ഉപയോഗിച്ചു, പക്ഷെ ഒന്നും ആയിട്ടില്ല. അപ്പം ഇതൊന്നും ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല. നമ്മളിപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ തന്നല്ലോ, അവിടെ എങ്ങനെയാ ഇവർ 400 പാർ കിട്ടുന്നത്? അതൊന്നും എനിക്ക് ഇന്ന് BJP ഈ അമിത ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ചോദ്യം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.